നമസ്കാരം. ആഹാരത്തെ ഔഷധമാക്കുക എന്നുള്ള ഒരു ചികിത്സാ നയം വളരെ പണ്ട് കാലം മുതൽ തന്നെ പ്രചാരത്തിലുള്ളതാണ് നമ്മുടെ കേരളത്തിൽ. അതിനു പുറമെ നമുക്ക് തിമിർത്ത് പെയ്യുന്ന മഴയുടെ കൂടെ തന്നെ നല്ല ആരോഗ്യവും ഉണർവും ഉന്മേഷവും ഒക്കെ തന്നെ തരാൻ വേണ്ടിയിട്ടും കൂടെ ഈ ഒരു ആഹാരത്തെ നമുക്ക് ഔഷധമാക്കി മാറ്റാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാലമാണ് മഴക്കാലം അല്ലെങ്കിൽ കർക്കിടകം എന്നുള്ളത്. അപ്പോൾ അതിൽ ചെയ്യേണ്ടത് ചില ആഹാരത്തെ നമുക്ക് ഉൾപ്പെടുത്താനും ചിലതിനെ നമുക്ക് തീർത്തും ഒഴിവാക്കാനും ശ്രദ്ധിക്കേണ്ട ഒരു കാലം കൂടിയാണ്. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ ദഹന വ്യവസ്ഥയൊക്കെ പാടെ താറുമാറായിരിക്കുന്ന ഒരു കാലാവസ്ഥയാണല്ലേ. അതിൽ നിന്നും ആ ഒരു ഈർപ്പമുള്ള കാലാവസ്ഥയിൽ ഒരുപാടേറെ ദഹന വ്യവസ്ഥയിൽ വ്യത്യാസം വരുന്നത് കൊണ്ട് നമുക്ക് ഒത്തിരി രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ക്ഷീണിതരായിട്ടിരിക്കുന്നവർക്ക് രോഗപ്രതിരോധ ശേഷി വീണ്ടെടുക്കാനും അല്ലെങ്കിൽ നല്ല ബലമുള്ള ആളുകൾക്ക് അത് നിലനിർത്താൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ നമ്മുടെ ഇത്തരം ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നത് കൊണ്ട് വളരെയധികം ഗുണം മുൻകാലങ്ങളിലേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ ചെയ്യേണ്ടത് ഒന്ന്, നമുക്ക് ദഹന അല്ലെങ്കിൽ അഗ്നിദീപ്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുക്കുടി സേവയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ മുക്കുറ്റി കുറുക്ക് ഉണ്ടാക്കി കഴിക്കുന്നത്, അതുപോലുള്ള ഒരുപാടേറെ കുറുക്കുകൾ നമ്മൾ ഔഷധ സസ്യങ്ങൾ ചേർത്തിട്ട് അല്ലെങ്കിൽ പത്തില തോരൻ ഉണ്ടാക്കുന്നത്, തവിട് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു തരം ഒരു ഹൽവ രൂപത്തിൽ നമ്മൾ തവിട് ഉപയോഗിച്ചിട്ടുണ്ടാക്കും. അതിൻ്റെ അയൺ കണ്ടൻ്റൊക്കെ ശരീരത്തിൽ കൂടാൻ വേണ്ടിയിട്ടും. അതുപോലെ തന്നെ ഒരുപാടേറെ രസായനങ്ങൾ തയ്യാറാക്കി ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഔഷധ കഞ്ഞി നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇതിലൊക്കെ തന്നെ നമ്മൾ ആദ്യം തുടങ്ങേണ്ടത് മുക്കുടി സേവ തന്നെയാണ്. അത് പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കൊക്കെ ചെയ്യുന്നത് പറഞ്ഞെങ്കിലും നമ്മൾ കേട്ടിട്ടുള്ളവരായിരിക്കും. അപ്പോൾ ഇത് ഈ ഒരു കാലത്ത് ചെയ്യുന്നത് കൊണ്ട്, അഗ്നിദീപ്തി ഉണ്ടാക്കുന്നത് കൊണ്ടും ദഹന രസങ്ങളെല്ലാം കൃത്യമായിട്ട് വരുന്നത് കൊണ്ടും ഒക്കെ തന്നെ നമുക്ക് ശരീരത്തിന് ഒരു സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. രോഗങ്ങളിൽ നിന്ന് സംരക്ഷണമൊക്കെ ലഭിക്കുന്നതിന് പുറമെ തന്നെ നമ്മുടെ ഒരു ശരീരകാന്തി വർദ്ധിപ്പിക്കുവാനും ശരീര പുഷ്ടിപ്പെടുത്തുവാനും അതുപോലെ ബലമില്ലാത്തവർക്ക് ആ ഒരു ശരീരബലം കിട്ടുവാനും ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു ആഹാര ഔഷധ സംസ്കാരത്തിലൂടെ നമുക്ക് വീണ്ടെടുക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യങ്ങളാണ്. ചുക്ക്, ജീരകം, അയമോദകം, കുരുമുളക്, പുളിയാറില, കുടകപ്പാലേരി, കൊത്തമല്ലി ഇവയൊക്കെ അരച്ച് ഒരു ഗ്ലാസ് മോര് കലക്കി തിളപ്പിച്ച് അത് പതയുമ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നമ്മൾ വെറും വയറിൽ രാവിലെ കഴിക്കുന്നതാണ് ഈ മുക്കുടി സേവ എന്നുള്ളത്. ഇപ്പം മുക്കുടി നമുക്ക് പുറമേ നിന്ന് വാങ്ങിക്കാൻ തന്നെ കിട്ടും. അപ്പോൾ ഇത് മോരിൽ, കാച്ചിയ മോരിലൊക്കെ തന്നെ ചാലിച്ച് കഴിക്കുന്നത് നല്ലതാണ്. ദഹനശക്തിയെ വർദ്ധിപ്പിക്കുന്നതിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സൂപ്പാണ് ചെറുപയർ സൂപ്പ് എന്നുള്ളത്. ഇത് നമുക്ക് ഏത് കാലത്തും ഉപയോഗിക്കാം. പക്ഷേ എങ്കിലും വെജിറ്റേറിയൻസ് ആണെങ്കിലും നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനെയൊക്കെ തന്നെ നേടാൻ കഴിയുന്ന ഒരു സൂപ്പ് ഈ ഒരു ചെറുപയർ സൂപ്പ് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് അയൺ കുറവുള്ളവർക്കും അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ കൗണ്ടൊക്കെ കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിലും അതുപോലെ ശരീരത്തിന് നല്ലൊരു ഉണർവ് നൽകാനൊക്കെ സഹായിക്കുന്നതാണ്. 60 ഗ്രാം ചെറുപയർ 1 ലിറ്റർ വെള്ളത്തിൽ കഷായം വെച്ച് അരിച്ചെടുത്തതിൽ ഇന്ദുപ്പ്, മല്ലി, ചുക്ക് ഇവ 5 ഗ്രാം വീതം പൊടിച്ച് ചേർത്ത് കുറച്ച് മാതള നാരങ്ങ നീരും ചേർത്ത് കറിവേപ്പിലയും ചുവന്നുള്ളിയും താളിച്ചുപയോഗിക്കാവുന്നതുമാണ്. അങ്ങനെയാണ് നമുക്ക് ചെറുപയർ സൂപ്പ് വളരെ സ്വാദിഷ്ടമായിട്ട് തയ്യാറാക്കാൻ പറ്റും. ഈ കാലത്ത് വയറിന് ദഹിക്കാൻ എളുപ്പമുള്ളത് ചോറിനേക്കാൾ കൂടുതൽ അത് കഞ്ഞി രൂപത്തിൽ തന്നെയാണ്. വറ്റു കുറച്ചും അതുപോലെ വെള്ളം കൂടുതലുമായിട്ടുള്ള കഞ്ഞി തന്നെയാണ് ദഹിക്കാൻ വളരെ എളുപ്പത്തിലുള്ളത്. ഇതിന് കൂടെ ഈ കഞ്ഞിയിൽ നമ്മൾ പൊടിമരുന്നുകൾ കൂടെ ചേർക്കുമ്പോൾ ഇത് ആഹാരം ഔഷധമായിട്ട് മാറുന്ന, അതുകൊണ്ട് തന്നെ നമുക്ക് ചില ഔഷധ സസ്യങ്ങളൊക്കെ ചേർത്തിട്ട് അതിൻ്റെ നീര് ചേർത്ത് കഞ്ഞി ഉണ്ടാക്കാം. അതല്ലെങ്കിൽ നമ്മൾ നവരി അരിയൊക്കെ ചേർത്തിട്ട് കർക്കിടക കഞ്ഞി രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ കഴിയുന്നതും ഔഷധ സസ്യങ്ങളൊക്കെ കിട്ടുന്നവർ അതിൻ്റെ നീരൊക്കെ തന്നെ പിഴിഞ്ഞ് ഇതിൽ ചേർക്കാനൊക്കെ ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം മുക്കുറ്റി പോലുള്ള ഔഷധ സസ്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മഴക്കാലത്ത് ഈസി ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. നവരരിയും ഉണക്കല്ലരിയും ഒക്കെ 100 ഗ്രാം വീതം വെള്ളത്തിലിട്ട് ഒരു 10 ഗ്രാം വീതം കരിപ്പെട്ടി, ജീരകം, ചുക്ക്, ഉലുവയൊക്കെ പൊടിച്ച് ചേർത്ത് എള്ള് ചേർത്ത് അങ്ങനെ ഇന്ദുപ്പൊക്കെ ചേർത്തിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇനി ഈ കഞ്ഞിയിൽ തന്നെ ചെറിയ ഉള്ളി നന്നായിട്ട് നെയ്യിലൊക്കെ ഒന്ന് വറവിട്ടെടുത്ത് അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള കഞ്ഞിയായി. അതിന് കൂടെ നമുക്ക് ഈ ഔഷധ
സസ്യങ്ങളുടെ സ്വരസ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഔഷധ സേവ എന്ന് തന്നെ വേണം ഈ ഒരു കഞ്ഞി കഴിക്കുന്നതിന് പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ പ്രമേഹ രോഗികളാണെങ്കിൽ 100 ഗ്രാം നുറുക്ക് ഗോതമ്പിൽ 10 ഗ്രാം ഉലുവയും 5 ഗ്രാം പെരുംജീരകം, ഇഞ്ചി, മഞ്ഞൾ, വെളുത്തുള്ളി ഇവയൊക്കെ ചതച്ചിട്ട് കഞ്ഞി കഴിക്കുന്നത് പ്രമേഹ രോഗികളുടെ ക്ഷീണമകറ്റി ബലം നൽകാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. അതുപോലെ ഉലുവക്കഞ്ഞി നമുക്ക് തലേന്ന് കുതിർത്തിട്ടിട്ടുള്ള 50 ഗ്രാം ഉലുവ, ഒരു 100 ഗ്രാം നവരയരിയും ചേർത്ത് വേവിച്ച് നാളികേരവും ശർക്കരയും ഒക്കെ ചേർത്തിട്ടും കഴിക്കുന്നത് നല്ലതാണ്. ഇനി വേദന അകറ്റാൻ തവിടപ്പം ഉണ്ടാക്കി കഴിക്കാം. കർക്കിടകത്തിൽ തവിടപ്പം കഴിക്കുന്നത് വളരെ കാലം മുതൽ പ്രചാരത്തിലുള്ള ഒന്നാണ്. തവിട് കുഴിച്ച് വാഴയിലയിൽ നേർമയായി പരത്തി അതിൽ ശർക്കര, തേങ്ങ ചിരവിയത്, ജീരകം, ചുക്ക് പൊടിച്ചത്, അതുപോലെ ഏലത്തരിവയൊക്കെ വിതറി അട പോലെ വേവിച്ചെടുത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ജീവകം, ബി, ഇ, ഫെറൂലിക് ആസിഡ് തുടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങളാൽ സമ്പന്നമായിട്ടുള്ള ഒന്നാണ് തവിട് എന്നുള്ളത്. എപ്പോഴും നമ്മൾ ആഹാര കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. അത് ഇലക്കറികളായാലും കൂടുതൽ നമുക്ക് കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് ദഹനം ഈസി ആക്കുന്നത് കൊണ്ട്, ദഹനം നന്നായിട്ട് നടക്കണം എന്നുള്ളത് കൊണ്ട് വളരെ കുറഞ്ഞൊരു എമൗണ്ടിൽ എന്ത് തന്നെയായാലും ഉപയോഗിക്കാം. അതും മാംസ രസം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് സൂപ്പ് രൂപത്തിലൊക്കെ തന്നെ കുടിക്കുന്നതാണ് എപ്പോഴും ഈ കാലത്ത് നമ്മുടെ ദഹനത്തെ സുഗമമാക്കാൻ നല്ലത്. വർഷക്കാലത്ത് ദഹനശക്തി വർദ്ധിപ്പിച്ച് അതിലൂടെ രോഗപ്രതിരോധം നേടാവുന്ന രീതിയിൽ വളരെ ലഘുവായ ഭക്ഷണങ്ങളാണ് എപ്പോഴും ഉചിതമായിട്ടുള്ളത്. നെയ്യുണ്ണി, താള്, തകര, കുമ്പളം, മത്തൻ, വെള്ളരി, മുള്ളൻ ചീര, ആനക്കൊടി തൂവ, ചീര, ചേമ്പില ഇവയുടെയൊക്കെ ഇലകളാണ് നമ്മൾ 10 ഇലകളായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ധാരാളം ജീവകങ്ങളുടെയും ധാതു ലവണങ്ങളുടെയും ഒക്കെ കലവറയാണിത്. കർക്കിടകത്തിലെ ആരോഗ്യ സംരക്ഷണത്തിന് 10 ഇലകൾ ചേർത്ത് തോരനാക്കി നമുക്ക് കഴിക്കാം. അല്ലെങ്കിൽ ഇടവേളകളിൽ നമുക്ക് വെണ്ണ നീക്കിയ മോരോ, പച്ചക്കറി സൂപ്പുകൾ, പഴച്ചാറുകൾ ഇവയൊക്കെ കഴിക്കാം. അതുപോലെ ചുക്കും മല്ലിയും ജീരകവും ഒക്കെ ചേർത്ത് വെന്ത വെള്ളം ദഹനത്തെ എളുപ്പമാക്കാനും സഹായിക്കുന്നുണ്ട്. പിന്നെ ഗോതമ്പ്, ചെറുപയർ, നെല്ലിക്ക, പാവയ്ക്ക, കോവയ്ക്ക, വാഴക്കൂമ്പ്, മുരിങ്ങയ്ക്ക, കോഴി ഇറച്ചിയാണെങ്കിലോ അത് മട്ടനാണെങ്കിലോ ചെറു മത്സ്യങ്ങളാണെങ്കിലോ ഒക്കെ തന്നെ മഴക്കാലത്ത് നമുക്ക് മാംസരസങ്ങളിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. എപ്പോഴും ദഹനം ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഏത് ആഹാരവും കഴിക്കുന്നത് പ്രശ്നമായിട്ടല്ല, ഈ ഒരു ദഹന വ്യവസ്ഥയെ ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കരുത് എന്നുള്ളത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പം ഈ രീതിയിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴുള്ള ഒരു ആരോഗ്യമല്ല, വരും വർഷങ്ങളിലേക്കുള്ള ആ ഒരു പ്രതിരോധ ശക്തി കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ആഹാര ഔഷധ സേവ നമുക്ക് സഹായിക്കും. കർക്കിടക മാസത്തിലെ തണുപ്പ് ശരീരത്തിൽ മൊത്തത്തിൽ പുഷ്ടി ഉണ്ടാക്കുമെങ്കിലും ശരീരത്തിൽ ജലാംശം കൂടുതലായിട്ടുള്ളതിനാൽ കുടലിലെ ആഗ്നേയ രസങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നത് കൊണ്ടും നമുക്ക് വിശപ്പ് കൂടും. അപ്പം വിശപ്പ് കൂടുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ആസക്തി ഉണ്ടാവും. അതുകൊണ്ട് കഴിയുന്നതും ദഹനത്തെ ബുദ്ധിമുട്ടിക്കുന്ന ആഹാരങ്ങൾ അമിതമായിട്ട് കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും ഈ കാലത്ത് നമുക്ക് എന്ത് തരം അസുഖങ്ങൾ വരുന്നതും ഇതുപോലുള്ള ആഹാരങ്ങൾ ഉള്ളിലേക്ക് എത്തുമ്പോഴാണ്. ഉറക്കം നന്നായി കിട്ടുന്ന കാലമായതുകൊണ്ടും അമിതമായി ഉറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. കൃത്യസമയത്ത് ഉറങ്ങി എണീക്കാം. കർക്കിടകത്തിൽ പകലുറക്കം പാടില്ല എന്നുള്ളത് ഓർമ്മ വേണേ. മൂലക്കുരു പോലുള്ള ശരീരത്തിൽ ചൂട് കൂടിയിട്ടുണ്ടാവുന്ന അസുഖങ്ങളോ അല്ലെങ്കിൽ പൈത്തികമായിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവർക്കോ, അമിതമായിട്ട് പിത്തദോഷം കൂടിയിട്ട് മുടി കൊഴിഞ്ഞു പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ ഹോട്ട് ഫ്ലാഷസ് ശരീരത്തിൽ ഒരു മിന്നലേൽക്കുന്ന പോലെയുള്ള ചൂട് ഉണ്ടാവുന്നവർ, അങ്ങനെയുള്ള അസുഖങ്ങളും മൂത്രച്ചൂടിൻ്റെ അസുഖങ്ങൾ തുടങ്ങിയിട്ടുള്ള അത്തരം കാര്യങ്ങളെയൊക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കാൻ പറ്റുന്ന ഡയറ്റ് ഫോളോ ചെയ്താൽ ഇത് നമുക്ക് ഔഷധമൊന്നുമില്ലാതെ ആഹാരം കൊണ്ട് തന്നെ ഈ ഒരു അസുഖങ്ങളെയൊക്കെ കുറയ്ക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന രക്തസമ്മർദ്ദമായാലും പ്രമേഹമായാലും തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ തന്നെ നമ്മുടെ പഴയ തലമുറയെ അത്ര തന്നെ ബാധിക്കാതിരുന്നത് എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആഹാരത്തിലും ചിട്ടയായിട്ടുള്ള ഒരു ജീവിതചര്യയൊക്കെ നയിച്ചു പോകുന്നത് കൊണ്ടായിരിക്കാം. പിന്നെ കിട്ടുന്ന കാര്യങ്ങളായാലും നമുക്ക് പറമ്പിൽ ചുറ്റുമുള്ള വിഷം തീണ്ടാത്ത കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും ആയിരിക്കാം. അതുകൊണ്ട് കഴിയുന്നത് പോലെയൊക്കെ നമുക്കും ചെറിയ രീതിയിലൊക്കെ ശ്രമിച്ചു നോക്കാം. അറ്റ്ലീസ്റ്റ് ഇതുപോലെ നമുക്ക് ഈ ഒരു മഴക്കാലത്ത് കിട്ടുന്ന ഔഷധ സസ്യങ്ങളെയൊക്കെ തന്നെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം. മഴക്കാലത്ത് വയറിളക്കം പോലുള്ള അസുഖങ്ങൾക്കും ദഹന വൈഷമ്യങ്ങളും മറ്റും ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് വേവിക്കാത്ത ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുകയാണ് നല്ലത്. പിന്നെ കുടിക്കാൻ തിളപ്പിച്ച വെള്ളം മാത്രം ഉപയോഗിക്കുന്നതൊക്കെയാണ് അഭികാമ്യം. തിളപ്പിക്കൽ, ആവിയിൽ പുഴുങ്ങിയത് തുടങ്ങിയിട്ടുള്ളതും അതുപോലെ ഈർപ്പമുള്ള ചൂട് ഉപയോഗിച്ചുള്ള കേരളീയരുടെ സാധാരണ പാചക രീതി കൊണ്ട് ഉണ്ടാക്കുന്ന വിഭവങ്ങളും ഒക്കെയാണ് നമുക്ക് എപ്പോഴും നല്ലത്. അരിയുടെയും മറ്റും പോഷകഘടനയിൽ മാറ്റം വരുന്നത് കൊണ്ട്
പഴകുമ്പോഴാണ് അരിക്കും ഗോതമ്പിനും ഗുണം കൂടുക. ഇത്തരത്തിലുള്ള പഴയ നെല്ല്, ഗോതമ്പ്, യവം എന്നിവ ചോറ്, നെയ്യിൽ വറുത്തിട്ട പരിപ്പ് ചാറും ഒക്കെ കൂട്ടി വർഷ ഋതുവിൽ സേവിക്കാൻ നല്ലതാണെന്ന് ആയുർവേദം പറയുന്നുണ്ട്. മഴക്കാലത്ത് അല്പം ഉപ്പും പുളിയും ഒക്കെ ആവാട്ടോ. ഭക്ഷണം ചെറു ചൂടോടെ വേണം കഴിക്കാൻ. അതുപോലെ കഴിക്കുന്ന ഭക്ഷണം ലഘുവും സ്നിഗ്ധവും ആവണം എന്നും പറയുന്നുണ്ട്. മഴക്കാലം എന്നുള്ളത് വാതകോപത്തിനുള്ള സാധ്യത ഏറെയുള്ള കാലഘട്ടമായതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും തന്നെ ശരീരം ആ രീതിയിൽ തന്നെ എണ്ണ തേച്ച് കുളിയും ഒക്കെ തന്നെ ശ്രദ്ധിക്കുന്നതും ആഹാരം ശ്രദ്ധിക്കുന്നതും ഔഷധ സേവയും ഒക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ ആഹാരങ്ങൾ ഉൾപ്പെടുത്തണം, ഒഴിവാക്കണം എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.